കൊട്ടാരക്കര ലോവർ കരിക്കത്ത് കെട്ടിട നിർമ്മാണം മൂലം സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കും റോഡുകളിലേക്കുമാണ് മഴയത്ത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം കയറുന്നത്. ഇത് വ്യാപാരികളുടെ കച്ചവടത്തിനെയാണ് ബാധിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി തോടിനു കുറുകെ തടയണ കെട്ടിയതാണ് ഇത്രയും ഗുരുതരമായി വെള്ളം കയറാൻ കാരണമായത്. മഴയായാലും വെയിലായാലും വ്യാപാരികൾക്കും ഹോട്ടൽ ജീവനക്കാർക്കും ജീവിക്കുക തന്നെ വേണം. അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണങ്ങളാണ് ഇതിനു കാരണം. ഈ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് ഹോട്ടൽ ജീവനക്കാരനാണ്. അവരുടെ വാക്കുകളിലേക്ക്. ഇത് എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം വെള്ളം പൊങ്ങി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ജോലിക്കാരും എല്ലാം കഷ്ടത്തിലായിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മഴയുണ്ടായിട്ടും ഒരിക്കൽ പോലും ഇതുപോലൊരു വെള്ളം ഉയർന്നു വരികയോ ഒന്നും ചെയ്തിട്ടില്ല. സ്ഥാപനത്തിൻ്റെ ബാക്കിലൂടെയുള്ള തോട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി കിടക്കുന്ന കാരണത്താലാണ് ഈ വെള്ളം ഇങ്ങനെ ഉയർന്നു വരാനുണ്ടായ കാരണം. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ബാക്കിലൂടെ ഉള്ള തോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഈ തോട് കൈത്തോടായിട്ട് കിടന്ന വലിയ തോടായിരുന്നു. പക്ഷേ അത് ബ്ലോക്കായത് കാരണമാണ് ഇപ്പം ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടാകാനുണ്ടായ കാരണം. രണ്ട് സൈഡ്, ഈ സൈഡും ആ അറ്റത്തെ അവിടെ മതിലിടിഞ്ഞ് തോട് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ഇത്രയും രൂക്ഷമാവാൻ കാരണം. അത് കാരണം നമ്മുടെ ബിസിനസ് മൊത്തം നിർത്തേണ്ടി വന്നത്. കംപ്ലീറ്റ് വെള്ളം കയറി നശിച്ച്, കൃഷിയും പോയി, റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് നിറച്ച് വെള്ളം കയറി നശിച്ച് കണ്ടീഷനിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് തോട് ബ്ലോക്കാക്കിയ കാരണമാണ്. അത് പഞ്ചായത്തുകാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. ഇത് അറിഞ്ഞ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കി കെട്ടിയിരിക്കുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ഈ വെൽഡിങ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയ്ക്ക് പഞ്ചായത്ത് അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്ത പാർട്ടിക്ക് നല്ലവണ്ണം അറിയാം. ഈ സംഭവം ഇങ്ങനെ ഇറക്കി കെട്ടിയിരിക്കുന്നത് വഴിയുണ്ട്. നമ്മൾ റോഡാക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. റോഡാക്കാൻ ഇരുന്ന സംഭവം അവർക്ക് വഴി ഇറക്കി കെട്ടിയിരിക്കുന്നത്. അന്ന് ആരും പറയാനും ഇല്ല, കേൾക്കാനും ഇല്ല. നമ്മളല്ലായിരുന്നു അതാ സംഭവിച്ചത്.